35+ ആണോ? എന്നാൽ നമുക്കൊരു സ്കിൻ കെയറും അതേപോലെ തന്നെ ഹെയർ കെയർ ചെയ്താലോ എന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഹെയർ ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ട്. ഹെയർ ഓയിൽ ഞാൻ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ നീലിഭൃങ്ങാദിയും കയ്യോന്യാദിയും അത് മിക്സ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് മിക്സ് ചെയ്ത് ഞാൻ മോളിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തഡാണ്. ആദ്യം ഞാൻ ലൈറ്റായിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ഒരു വലിയ ബൗളിൽ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു ബൗളിൽ എണ്ണ ഒഴിച്ചിട്ട് അതിന് മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഫിംഗർ കൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എണ്ണ ലൈറ്റ് ചൂടായിരിക്കും. ആ ഒരു ലൈറ്റ് ഓയിൽ യൂസ് ചെയ്തിട്ട് പതുക്കെ സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് ചെയ്യുക. നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ നിങ്ങൾ തേക്കില്ല കേട്ടോ. ഈ നീലിഭൃങ്ങാദിയൊക്കെ ഫ്രണ്ടിൽ തേക്കുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ ഫ്രണ്ടിൽ തേക്കാറില്ല. ഫോർഹെഡ് ആ പാർട്ടി തേക്കില്ല. നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയറിലൊക്കെ നന്നായിട്ടൊന്ന് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നീലിഭൃങ്ങാദി ഹെയർ ഓയിലിൻ്റെ. അപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു കോമ്പില്ലേ, അടിപൊളി കോമ്പാണ് കേട്ടോ. ഇത് ഞാൻ മീഷോ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അടിപൊളിയാണ്. കാരണം ഇത് നമ്മുടെ ഹെയർ ഡീടാങ്കിൾ ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ ഹെയർ, നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം നിങ്ങൾ ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് നന്നായിട്ട് സർക്കുലേഷൻ, നമുക്ക് നന്നായിട്ട് ഈ ഒരു ചീപ്പ് കൊണ്ട് കോംബ് ചെയ്യാം, ഡീടാങ്കിൾ ചെയ്യാം, അതേപോലെ തന്നെ സ്കാൽപ്പ് മസാജ് ചെയ്യാം. നമുക്ക് ഹെയർ നല്ല രീതിയിൽ കൊഴിയും, കുഴപ്പമൊന്നുമില്ല. എനിക്കും ഇത്ര നല്ല രീതിയിൽ ഹെയറൊക്കെ നല്ല ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്. പിന്നെ സഡനായിട്ട് നമ്മൾ ഹെയർ ഷാംപൂ കണ്ടീഷണറൊക്കെ മാറ്റുമ്പോഴും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. പിന്നെ ഞാൻ ഹെയർ ഫ്രണ്ടിലാക്കിയിട്ട് നല്ല രീതിയിലൊന്ന് കോംബ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമുക്ക് ചെയ്ത് തരാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ ഈ കോമ്പും നമ്മുടെ ഫിംഗറൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാൻ. മസാജ് ചെയ്യുമ്പോൾ ഒരിക്കലും നഖം യൂസ് ചെയ്യൽ, സ്കാൽപ്പ് ഡാമേജ് ആവും, ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഓൺലി നമ്മുടെ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഹെയർ കെട്ടി വയ്ക്കുകയാണ്. സൈനസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നീലിഭൃങ്ങാദി സൈനസ് ഇഷ്യൂ ഇച്ചിരി കൂടി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നീലിഭൃങ്ങാദി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 20 മിനിറ്റ്സ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ കോഫി പൗഡറും ഓറഞ്ച് പീല് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ്. അപ്പം ഞാനിപ്പോൾ സ്ക്രബ് ചെയ്യാൻ പോവാണ്. ഫേസ് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലും ചുറ്റുമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. പതുക്കെ സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ. കാരണം പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യേണ്ട. കാരണം നമ്മളത് മസാജ് ചെയ്യുമ്പോഴേക്കും ആ പിമ്പിൾസൊക്കെ പൊട്ടി നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നമ്മുടെ മൂക്കിൻ്റെ അവിടെയൊക്കെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഫേസ് പാക്കിൽ ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ ഈ കടലമാവിൻ്റെ പൊടിയാണ്. അതേപോലെ തന്നെ ഞാൻ ശേഷ ആയുർവേദയുടെ മഞ്ഞൾ വൈൽഡ് ടെർമറിക് പൗഡർ ഉണ്ട്, അതും അതേപോലെ തന്നെ ഗുലാബ് നമ്മുടെ ഈ ഒരു റോസ് വാട്ടർ അതും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ നന്നായിട്ട് ഫേസ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്തപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. റോസ് വാട്ടറുടെ ആ മണവും ആ മഞ്ഞളുടെ മണമൊക്കെ നല്ല ഒരു നമുക്ക് ഏതോ ഒരു ആയുർവേദിക് സെൻറ്ററിൽ പോയി ഇരിക്കുന്ന പോലത്തെ ഫീലാണ് കേട്ടോ. ഇനി നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകണം. ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഉലുവ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തൈര്, അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഉലുവ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ച് ഇച്ചിരി വേണമെങ്കിൽ 1 സ്പൂൺ അരിയും കൂടി ഇടാം കേട്ടോ. ഉലുവ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അരച്ചാൽ മതി, തൈരിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു ഷാമ്പു പോലെ, ഹെയർ കണ്ടീഷൻ പോലെ, ഹെയർ ഗ്രോത്തിന്, ഹെയർ ഫോൾ കൺട്രോളിന്, അങ്ങനെ പല ഗുണമുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഉലുവയ്ക്കും. അതേപോലെ തന്നെ തൈരിനും ഹെയർ നല്ല കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞു. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു. അപ്പോൾ ഹെയർ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ലാസ്റ്റ് സ്കിൻ കെയറിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കുങ്കുമാദി തൈലം, അത് ഒന്ന് ഫേസിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ സ്കിൻ കെയർ നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്കിന്നിന് നല്ലൊരു മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്വയം മോട്ടിവേറ്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യണേ. ഇനി കണ്ണ് ഭംഗിയാക്കാൻ ഞാനിവിടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ശ്രുതീസ് വേൾഡിൽ നിന്ന് മേടിച്ച കാജലാണ് കേട്ടോ. നല്ല കാജലാണ്, നമുക്ക് കണ്ണിലൊക്കെ നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. അതേപോലെ തന്നെ ഞാൻ കുങ്കുമവും ശ്രുതീസ് വേൾഡിൽ നിന്നാണ് മേടിച്ചത്. നല്ല കുങ്കുമമാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആണ്. ഹെയറും സ്കിന്നും കെയർ ചെയ്തു. ഇപ്പോൾ കണ്ണിൽ നല്ലൊരു കാജലാണ് തേക്കുന്നത്. ശ്രുതീസ് വേൾഡിൽ നിന്നാണ് മേടിച്ചത്. ആ കാജലാണ് കേട്ടോ. കൊള്ളാം, നല്ല കണ്ണിന്
കണ്ണിനൊക്കെ ഒരു കുളിർമയാണ്. ഞാനിവിടെ സാമ്പ്രാണി ഉപയോഗിക്കുകയാണ്. ജസ്റ്റ് ദൂരെ വെച്ചിട്ടാണോ, തലമുടി ഒന്നും കരിയാതെ ദൂരെ വെച്ചിട്ട് വേണം. എന്താ പറഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിലൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഒരു നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ ഇത് ഹെയറും സ്കിന്നും കാജലൊക്കെ ഇട്ട് കണ്ണൊക്കെ റെഡിയാക്കി. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ കെയർ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.